ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. റാപ്പ് സിംഗർ ആയിട്ടുള്ള വേടനെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെയൊക്കെ വഴിയില്ല. എന്റെ മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുന്നവരാണ് ഈ ഫ്ലാറ്റ് അവർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഈ ഹിരൺ എന്ന് പറയുന്ന വേടൻ വിളിക്കുന്ന ഹിരൺ, അപ്പോ ആളും ആളുടെ സഹപ്രവർത്തകരും ഇതിവിടെ ഷോയ്ക്കും മറ്റും വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കൂടുന്ന സ്ഥലമാണ്. അവരുടെ ഇവിടെ ഇരുന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചായിട്ട്, അതായത് ഗഞ്ചാവ് ഉപയോഗിച്ചായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റില്ല. ഒരു 6 ഗ്രാം ഗഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടെ അവരുടെ മൊബൈൽ ഫോണും ഒരു 9 ലക്ഷത്തോളം രൂപയും എടുത്തിട്ടുണ്ട്. അതവിടെ പ്രോഗ്രാം കിട്ടിയെന്നാണ് പറഞ്ഞത്. എല്ലാം കംപ്ലീറ്റ് എല്ലാം വെരിഫൈ ചെയ്യും. ആരുടെയും ദേഹപരിശോധനയിൽ കിട്ടിയിട്ടില്ല. അത് അവരുടെ മേശപ്പുറത്തും വെച്ചൊക്കെ സൂക്ഷിച്ചു. എനക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. വിശ്വാസമില്ല അല്ലേ? കാണണം. ഇതൊക്കെ നടക്കുന്നത് ബേസിക്കലി സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ്. നോട്ട് ദ പോയിന്റ്, സിന്തറ്റിക് ഡ്രഗ്സ്. ഓക്കെ എടാ പുളുന്താമാരെ, എന്റെ എളിമ കൊണ്ട് പല കാര്യങ്ങളും ഞാനിവിടെ മറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഞാനൊന്ന് തുറന്നു പറയാൻ പോവാ. ഇത് കേൾക്കുമ്പോ വിഷമിക്കില്ല. ഇത് ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള, ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കാര്യമാണ്. സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിനെ തിന്നോണ്ടിരിക്കുന്നതാണ്. മക്കളെ പ്ലീസ്. എങ്ങനെ? പാഠപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് മാത്രം പഠിച്ചാൽ പോരാ, പൊതുവിജ്ഞാനം വേണം. ഇത് വേണമെന്ന് ഇത് പറയുമ്പോഴേ സ്റ്റേജിൽ കയറട്ടെ. നീ കള്ളു കുടിച്ചിട്ടല്ലടാ വേണമെന്നൊക്കെ സ്റ്റേജിൽ കയറി പറയട്ടെ. മനസ്സിലായോ? തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു. അന്തസ്സുണ്ട്. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ഒരു ജനറേഷനെ ഫുള്ള് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ. നമ്മൾ കാണില്ലേ, എന്റെ അനിയന്മാരൊക്കെ ഇതിനകത്തില്ലേ. എനിക്കൊരു മനസാക്ഷിയുണ്ട്, അതുകൊണ്ടൊന്ന് ഉപദേശിച്ചതാണ്. നിങ്ങൾ നല്ലവരായി ജീവിക്കണം, ചീത്ത മാർഗത്തിലൂടെ സഞ്ചരിക്കരുത്. എല്ലാ ഭാരതീയരും നമ്മുടെ സഹോദരി സഹോദരന്മാരെ. എനിക്ക് എത്ര കൊച്ചു അനിയന്മാരുണ്ടെന്നറിയാം. അമ്മമാരൊക്കെ ഇതിനകത്താണെന്ന്. ദയവ് ചെയ്ത് മക്കളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്പനെയൊക്കെ അമ്മേനെയും മര്യാദയ്ക്ക് നോക്കി നല്ല ഫാമിലിയൊക്കെ റൺ ചെയ്ത് സുഖമായിട്ട് ജീവിക്കാം. ഇല്ലെങ്കിൽ മൂഞ്ചി തെറ്റിരിക്കുള്ളൂ. എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. മക്കളെ, നിങ്ങൾ ആരും സിന്തറ്റിക് ഉപയോഗിക്കരുത്, നാച്ചുറൽ സാധനം മാത്രമേ അടിക്കാവൂ എന്നാണോ വേടനങ്കിൾ പറഞ്ഞത്? ഇല്ല, മനസ്സിലാവുന്നില്ല. I feel something fishy. Fishy? Fishy. നമ്മുടെ ജനറേഷനെയൊക്കെ പറ്റി ഭയങ്കരമായിട്ട് ആകുലതപ്പെടുന്നു വേടൻ. എന്നിട്ട് ഇവൻ തന്നെ പോയിട്ട് ഈ സാധനം അടിക്കുകയാണ്. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഒരുത്തനാണെങ്കിൽ അവർ ഈ മാതിരി ഡ്രഗ്സും വലിച്ചു കയറ്റിട്ട് വന്നിട്ട് പാട്ട് പാടി ആൾക്കാരെ രസിപ്പിക്കാൻ നിൽക്കുവോ? അപ്പൊ ഇവൻ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ വെറും പ്രഹസനമാണ്, വെറും പ്രഹസനം. അവിടെ ആൾക്കാരോടുള്ള അവന്റെ കൺസേൺ ഒന്നുമല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പക്ക മാർക്കറ്റിംഗ് ആണ്. ഇതിപ്പോ ഒരു മൂലയ്ക്കുന്ന് ഇത് അടിക്കുന്നവരെ പൊക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിനി നിങ്ങൾ ഞെട്ടുന്ന തരത്തിലുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് വന്ന് പെടും. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇത്രയും ആളുകൾ ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ട്. കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വന്നവര് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കാ കാര്യങ്ങളുടെ പോക്ക്.